ഹായ് കുഞ്ഞുങ്ങളെ, നമുക്ക് അടുത്ത സ്റ്റോറി കേൾക്കാം. ഇന്ന് എൻ്റെ ആദ്യത്തെ സ്റ്റോറി എന്തായിരുന്നു? ഓൾമൈറ്റി ഈസ് യൂണിവേഴ്സൽ. സർവശക്തനായ ദൈവം എല്ലായിടത്തും ഉണ്ടെന്നുള്ള സ്റ്റോറി ആയിരുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റോറി ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒറഗൻസ് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ. ഒറഗൻസ്, അഹങ്കാരം, ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ, നാശത്തിലേക്ക്, ഡിസ്ട്രക്ഷനിലേക്ക് നമ്മളെ നയിക്കും. നമുക്ക് അഹങ്കാരം പാടുണ്ടോ? അഹം എന്ന ഭാവം ഒരിക്കലും കൊള്ളില്ല. ഞാൻ എന്ന ഭാവം ഒരിക്കലും നല്ലതായി തീരുകയില്ല. അങ്ങനെ ഒരു സ്റ്റോറിയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അഹംഭാവം കൊണ്ട് ഒരാൾക്ക് പറ്റിയ അമളി അല്ലെങ്കിൽ അബദ്ധം, അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. There was once a very boastful mountain. ഒരിക്കൽ ഒരു പൊങ്ങച്ചക്കാരനായ മൗണ്ടൻ, ബോസ്ഫുൾ ആയിട്ടുള്ള മൗണ്ടൻ ഉണ്ടായിരുന്നു. ആ മലയ്ക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു. ആ പർവ്വതത്തിന് ഭയങ്കര പൊങ്ങച്ചമായിരുന്നു, ബോസ്ഫുൾ ആയിരുന്നു. ഇറ്റ് ഡിഡ്ന്റ് റെസ്പെക്ട് ദ സ്മോൾ ക്രിയേച്ചേഴ്സ് ദാറ്റ് ലിവ്ഡ് ഓൺ ഇറ്റ്. അത് സ്മോൾ ക്രിയേച്ചേഴ്സിനെ ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്തില്ല. അവിടെ വസിച്ചിരുന്നതായ അല്ലെങ്കിൽ അവിടെ താമസിച്ചിരുന്നതായ ഒരൊറ്റ ക്രിയേച്ചറിനെയും, സ്മോൾ ക്രിയേച്ചേഴ്സിനെയും ആര് റെസ്പെക്റ്റ് ചെയ്തിരുന്നില്ല? നമ്മുടെ ഈ ബോസ്ഫുള്ളായ മൗണ്ടൻ റെസ്പെക്റ്റ് ചെയ്തിരുന്നില്ല, ബഹുമാനിച്ചിരുന്നില്ല. ദാറ്റ് മീൻസ് എല്ലാവരും ടീസിയും കളിയാക്കലും. അതായിരുന്നു ആരുടെ സന്തോഷം? ഈ മൗണ്ടൻ്റെ സന്തോഷം. ഇറ്റ് ഡിഡിന്റ് ഈവൻ റെസ്പെക്ട് ദ സൺ ആൻഡ് ദ വിൻഡ്. അത് സണ്ണിനെ പോലും, ഭയങ്കര ശക്തിയുള്ള ചൂടൊക്കെ തരുന്ന നമ്മുടെ സണ്ണിനെ, സൂര്യനെ പോലും റെസ്പെക്ട് ചെയ്തിരുന്ന വിൻഡ്, ഭയങ്കര ശക്തമായിട്ട് ഫോഴ്സ്ഫുള്ളായിട്ട് വീശാൻ പറ്റുന്ന കാറ്റിനെ, വിൻഡിനെ പോലും റെസ്പെക്ട് ചെയ്തിരുന്നില്ല. ആൻഡ് ഓൾ അതർ തിങ്സ് ഇൻ നേച്ചറിലുള്ള ഒരു സാധനത്തിനെയും ഒന്നിനെയും ഈ പറഞ്ഞ മൗണ്ടൻ റെസ്പെക്ട് ചെയ്തിരുന്നില്ല, ബഹുമാനിച്ചിരുന്നില്ല. വൺ ഡേ ദ മൗണ്ടൻ വാസ് ബോസ്റ്റിംഗ് ആസ് യൂഷ്വൽ. ഒരു ദിവസം, വൺ ഡേ ദ മൗണ്ടൻ എന്ത് ചെയ്തു? മൗണ്ടൻ വാസ് ബോസ്റ്റിംഗ് ആസ് യൂഷ്വൽ. യൂഷ്വൽ മീൻസ് എല്ലാ ദിവസത്തെ പോലെ തന്നെ, എന്നും ചെയ്യുന്നത് പോലെ തന്നെ. ഒരു ദിവസം ഈ മൗണ്ടൻ പിന്നെയും പൊങ്ങച്ചം തുടങ്ങുകയായിരുന്നു. അപ്പോഴെന്താണ് ചോദിക്കുന്നത്? ഒരു സ്ക്വിരൽ വന്നിരിക്കുകയാണ് മൗണ്ടൻ്റെ അടുത്ത്. നമ്മൾ സ്ക്വിരലിനെ കണ്ടപ്പം നമ്മുടെ മൗണ്ടന് എന്നും തോന്നുന്ന അസുഖം തോന്നി. എന്താണ്? കളിയാക്കുന്ന അസുഖം. അതായത് പൊങ്ങച്ചക്കാരനാണല്ലോ ഈ മൗണ്ടൻ. ഹേ സ്ക്വിരൽ, ലുക്ക് ഹൗ ബിഗ് ആൻഡ് സ്ട്രോങ് ഐ ആം ആൻഡ് ഹൗ സ്മോൾ ആൻഡ് വീക്ക് യു ആർ. ഹേ സ്ക്വിരൽ, അല്ലയോ, സ്ക്വിരൽ മീൻസ് വാട്ട്? അണ്ണാൻ. അല്ലയോ അണ്ണാനെ, അല്ലയോ സ്ക്വിരലേ, ലുക്ക് ഹൗ ബിഗ് ആൻഡ് സ്ട്രോങ് ഐ ആം. നോക്കൂ, ഞാൻ എത്ര ബിഗും, എത്ര വലുതും, എത്ര സ്ട്രോങ്ങും, എത്ര ശക്തനാണെന്ന് നോക്കൂ. ആൻഡ് ഹൗ സ്മോൾ ആൻഡ് വീക്ക് യു ആർ. നീ എത്ര സ്മോൾ ആണ്, എത്ര ചെറുതാണ്, എത്ര വീക്കാണ്, എത്ര ബലം കുറഞ്ഞവനാണ് നീ. എൻ്റെ അത്രയും ശക്തിയൊന്നും നിനക്കില്ല എന്ന് പറഞ്ഞ് മൗണ്ടൻ ഇവനെ കളിയാക്കുകയാണ്. അപ്പോൾ സ്ക്വിരൽ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഹൗ സ്ട്രോങ് ആർ യു മിസ്റ്റർ മൗണ്ടൻ? അല്ലയോ മൗണ്ടനെ, നിങ്ങൾ എത്രമാത്രം ശക്തനാണ് എന്നാര് ചോദിക്കുകയാണ്? ഈ കുഞ്ഞു സ്ക്വിരല്, ഈ ചെറിയ അണ്ണാൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൗണ്ടൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഐ ആം സ്ട്രോങ് ഇനഫ് ടു ക്യാരി ഫോറസ്റ്റ് ഓൺ മൈ ബാക്ക്. ഐ ആം സ്ട്രോങ് ഇനഫ്, എനിക്ക് ശക്തിയുണ്ട്. എന്തിന്? ടു ക്യാരി ഫോറസ്റ്റ് ഓൺ മൈ ബാക്ക്. എൻ്റെ മേളിൽ വലിയ ഫോറസ്റ്റിനെ പോലും, അല്ലെ വലിയ വലിയ മരങ്ങൾ ഉൾപ്പെടുന്ന ഫോറസ്റ്റിനെ പോലും എന്താണ്, ക്യാരി ചെയ്യാനുള്ള, താങ്ങാനുള്ള ശക്തി, സ്ട്രെങ്ത് എനിക്കുണ്ടെന്ന് ആര് പറയുകയാണ്? ഈ പൊങ്ങച്ചക്കാരനും അഹങ്കാരിയുമായ മൗണ്ടൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സ്ക്വിരൽ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ആർ യു സ്ട്രോങ് ഇനഫ് ടു ഡു എവറിത്തിങ് ദാറ്റ് ഐ ക്യാൻ ഡു? എന്താ, നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ടുള്ള ശക്തി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആർ യു സ്ട്രോങ് ഇനഫ്? അതിനുള്ള ശക്തി നിനക്കുണ്ടോ? ടു ഡു എവറിത്തിങ് ദാറ്റ് ഐ ക്യാൻ ഡു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും നിനക്ക് ചെയ്യാൻ പറ്റുമോ അല്ലയോ മൗണ്ടൻ എന്ന് തിരിച്ചു വെല്ലുവിളിക്കുകയാണ്. ആര്? ഈ സ്മോൾ സ്ക്വിരൽ. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? നമ്മുടെ മൗണ്ടൻ പറയുകയാണ്, ഐ ക്യാൻ ഡു വാട്ട് യു വാണ്ട് ഫ്രം മീ യു ലിറ്റിൽ സ്ക്വിരൽ.
ഐ ക്യാൻ ഡു, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. എന്താണ് ഐ ക്യാൻ ഡു, എനിക്ക് ചെയ്യാൻ പറ്റും. വാട്ട് യു വാണ്ട് ഫ്രം മീ, നീ എന്താണോ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അത് എനിക്ക് ചെയ്യാൻ പറ്റും. യു ലിറ്റിൽ സ്ക്വിരൽ, അല്ലയോ ചെറിയ സ്ക്വിരൽ, ചെറിയ അണ്ണാനെ, നിനക്ക് ചെയ്യാൻ പറ്റാത്ത പലതും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അഹങ്കാരി പറയുകയാണ്. അപ്പോൾ നമ്മുടെ അണ്ണൻ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചു, ക്യാൻ യു ക്രാക്ക് ദിസ് നട്ട്, ഈ കടല നിനക്ക് പൊട്ടിക്കാൻ പറ്റുമോ, ഇത് നിനക്ക് രണ്ടായിട്ട് മുറിക്കാൻ പറ്റുമോ, ക്യാൻ യു ക്രാക്ക് ദിസ് നട്ട്. ദ മൗണ്ടൻ ഹാഡ് നോ റിപ്ലൈ, ഇത് കേട്ടപ്പോൾ മൗണ്ടൻ ചമ്മി ഐസായിപ്പോയി. നോ റിപ്ലൈ, ഒരു മറുപടിയും കിട്ടിയില്ല. ദ സ്ക്യൂരൽ ക്രാക്ക് ദ നട്ട് ലൗഡ്ലി വിത്ത് ഇറ്റ്സ് ടീത്ത്, അതിൻ്റെ നല്ല സ്ട്രെങ്തുള്ള ടീത്ത് പല്ല് വെച്ച് സ്ക്യൂരൽ ക്രാക്ക് ദ നട്ട്, ആ നട്ട് പൊട്ടിച്ചെടുത്തു സ്ക്യൂരൽ. ക്രാക്ക് ദ നട്ട് ലൗഡ്ലി വിത്ത് ദ ടീത്ത്, ടീത്ത് വെച്ച് നല്ല കടിച്ച് അങ്ങ് പൊട്ടിച്ചു. നൗ വാട്ട് ഡു യു സേ മിസ്റ്റർ ബോസ്ഫുൾ മൗണ്ടൻ, ഇത് കഴിഞ്ഞപ്പോൾ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ്, നൗ ഇപ്പോൾ, വാട്ട് ഡു യു സേ, എന്താണ് നിനക്ക് പറയാനുള്ളത്, മിസ്റ്റർ ബോസ്ഫുൾ മൗണ്ടൻ, പൊങ്ങച്ചക്കാരനായ മൗണ്ടൻ, നിനക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളതെന്ന് ആര് തിരിച്ചു കളിയാക്കി ചോദിക്കുകയാണ്, നമ്മുടെ കുഞ്ഞ് അണ്ണൻ ചോദിക്കുകയാണ്, കുഞ്ഞനണ്ണൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് കുട്ടികൾ നിങ്ങൾക്ക് മനസ്സിലായ, വാട്ട് ലെസൺ യു അണ്ടർസ്റ്റുഡ് ഫ്രം ദിസ് സ്റ്റോറി. നമ്മുടെ മൗണ്ടൻ തിരിച്ചു പറയുകയാണ്, പ്ലീസ് ഫോർഗീവ് മീ മൈ റെസ്പെക്റ്റഡ് ലിറ്റിൽ സ്ക്വിരൽ, ഐ ഹാവ് ലേൺഡ് എ ലെസൺ, പ്ലീസ് ഫോർഗീവ് മീ, ദയവായി എന്നോട് ഫോർഗീവ് ചെയ്യൂ, എന്നോട് ക്ഷമിക്കൂ. മൈ റെസ്പെക്റ്റഡ് ലിറ്റിൽ സ്ക്വിരൽ, അല്ലയോ റെസ്പെക്റ്റഡ് ബഹുമാന്യനായ കുഞ്ഞ് സ്ക്വിരലേ, നീ എന്നോട് ഫോർഗീവ് ചെയ്യൂ, ക്ഷമിക്കൂ. ഐ ഹാവ് ലേൺഡ് എ ലെസൺ, ഞാനൊരു പാഠം പഠിച്ചു. ഐ ഹാവ് ലേൺഡ്, ഞാനൊരു പാഠം പഠിച്ചു. ഹാവ് ലേൺഡ് എ ലെസൺ, ലെസൺ മീൻസ് പാഠം. ഐ ഹാവ് ലേൺഡ് എ ലെസൺ, ഞാനൊരു പാഠം പഠിച്ചു എന്ന് പറയുകയാണ് ആര്, നമ്മുടെ ഈ ബോസ്ഫുൾ മൗണ്ടൻ, പൊങ്ങച്ചക്കാരനായ മൗണ്ടൻ. ദിസ് ലെസൺ മൈ ലിറ്റിൽ ഇൻ്റലിജൻറ്റ് ഫ്രണ്ട്, കേൾക്കുന്നുണ്ടോ, ലിറ്റിൽ ഇൻ്റലിജൻറ്റ് ഫ്രണ്ട് ആരാണ് ഇവിടെ, സ്ക്യൂരല്ലേ. ഇൻ്റലിജൻ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഫ്രണ്ടിനോട് ഈ ലെസൺ ആണ് താൻ പഠിച്ചതെന്ന് മൗണ്ടൻ പറയുകയാണ്. എന്താണ്, എവരി വൺ ഈസ് യുണിക് ഇൻ ഇറ്റ്സ് ഓൺ വേ, ശരിയാണ്, എല്ലാവർക്കും സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. എല്ലാവർക്കും ഒരേ ശക്തിയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്, അല്ല, പലർക്കും പലതും ചെയ്യാനുള്ള കഴിവുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മനുഷ്യരെ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് പാടാനുള്ള കഴിവുണ്ടായിരിക്കും, ഒരാൾക്ക് പടം വരയ്ക്കാനുള്ള കഴിവായിരിക്കും, ഒരാൾക്ക് ചാട്ടത്തിലായിരിക്കും, ഒരാൾക്ക് ഓട്ടത്തിലായിരിക്കും, ഒരാൾക്ക് സ്വിമ്മിങ്ങിലായിരിക്കും. അങ്ങനെ പല പല കഴിവുകളാണ് ഓരോരുത്തരിലും ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേ കഴിവാണ് കുട്ടികളെ, അല്ല, പലർക്കും പല കഴിവുകളാണ്. വി മസ്റ്റ് റെസ്പെക്ട് ഈച്ച് അതർ, നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യണം. ആരെയും തരം താത്തി സംസാരിക്കരുത്, ആരെയും നമ്മൾ കളിയാക്കുകയും അരുത്. ഐ ക്യാൻ ക്യാരി ഫോറസ്റ്റ് ഓൺ മൈ ബാക്ക് ബട്ട് ഐ കനോട്ട് ക്രാക്ക് എ നട്ട് ലൈക്ക് യു. നമ്മുടെ മൗണ്ടൻ പറയുകയാണ്, എന്താണ്, എനിക്കൊരു ഫോറസ്റ്റ് എൻ്റെ ബാക്കിൽ കൊണ്ട് നടക്കാൻ പറ്റും, വലിയ ഫോറസ്റ്റ് വരെയും, ബട്ട് ഐ കനോട്ട് ക്രാക്ക് എ നട്ട് ലൈക്ക് യു, പക്ഷേ നിന്നെ പോലെ കട്ടിയുള്ള നട്ട് പൊട്ടിക്കാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. സോ ബോസ്ഫുൾനെസ് വാസ് മൈ ഫൂളിഷ്നെസ്, പൊങ്ങച്ചോ അഹങ്കാരം എന്താണ്, എൻ്റെ ഫൂളിഷ്നെസ് ആണ്, എൻ്റെ വിഡ്ഢിത്തരം കൊണ്ട് എനിക്ക് തോന്നിയതാണ്, ഫൂളിഷ് നേച്ചർ കൊണ്ട് തോന്നിയതാണെന്ന് ആര് പറയുകയാണ്, മൗണ്ടൻ സമ്മതിക്കുകയാണ്. മൗണ്ടൻ ആകെ സങ്കടമായി കാണും അല്ലേ, കാരണം ഇത്രയും നാള് മൗണ്ടൻ എല്ലാവരോടും വലിയ പൊങ്ങച്ചമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു, ഞാനാണ് വലുത്, ഞാനാണ് ശക്തിമാൻ, അവരെല്ലാം അത് തല കുലുക്കി സമ്മതിച്ചു, കാരണം ഇത്രയും വലിയ ശക്തിയുള്ള മൗണ്ടനാണ്. മൗണ്ടൻ്റെ മുകളിൽ ഓരോന്ന് വളരുന്നുണ്ട്, അതൊക്കെ താങ്ങാനുള്ള ശക്തി മൗണ്ടനുണ്ട്. അപ്പം ആരും മൗണ്ടനെ തിരിച്ച് കളിയാക്കിക്കൊണ്ടിരുന്നില്ല. പക്ഷേ സ്ക്യൂരൽ വന്നപ്പോൾ എന്താ ചെയ്ത കൂട്ടുകാരെ, ഇവനൊരു പാഠം പഠിപ്പിക്കണമെന്ന് സ്ക്യൂരൽ തീരുമാനിച്ചു. സ്ക്യൂരൽ ചെറിയൊരു ജീവിയാണെങ്കിലും സ്ക്യൂരലിന് ബുദ്ധി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തിരിച്ചറിവുണ്ടായിരുന്നു, വിവേകമുണ്ടായിരുന്നു, കൂടെയുള്ള സഹജീവികളെ കളിയാക്കരുതെന്നുള്ള ബോധമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്ക്യൂരൽ അവനെ തിരിച്ചൊരു പാഠം പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ മൗണ്ടൻ്റെ അഹങ്കാരം തീർന്നു. യു ആർ റൈറ്റ് മിസ്റ്റർ മൗണ്ടൻ, വി ഷുഡ് നെവർ ബി ബോസ്ഫുൾ, വി ഷുഡ് റെസ്പെക്ട് ഈച്ച് അതേഴ്സ് ടാലൻറ്റ്. യു ആർ റൈറ്റ് മിസ്റ്റർ മൗണ്ടൻ, നീ പറഞ്ഞ് ശരിയാണ് മൗണ്ടൻ. വി ഷുഡ് നെവർ ബി ബോസ്ഫുൾ, നമ്മൾ ഒരിക്കലും പൊങ്ങച്ചോ അഹങ്കാരോ പാടില്ല. വി ഷുഡ് റെസ്പെക്ട് ഈച്ച് അതേഴ്സ് ടാലൻറ്റ്, നമ്മൾ പരസ്പരം എന്ത് ചെയ്യണം, എല്ലാവരുടെയും കഴിവുകൾ അംഗീകരിക്കണം. കുട്ടികളെ, നിങ്ങളായാലും
സ്കൂളുകളിൽ പോകുകയാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഒരാൾ നിങ്ങളെക്കാൾ പുറകിലായാൽ നമ്മൾ അവരെ കളിയാക്കാൻ പാടില്ല. അവർക്ക് വേറെ എന്തെങ്കിലും കഴിവ് കാണും. അപ്പോൾ നമ്മളെക്കാളും താഴ്ന്ന വ്യക്തി എന്ന് തോന്നുന്നയാളെ നമ്മൾ ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്യാതിരിക്കരുത്. വേറൊരു കാര്യത്തിൽ അവർ ചിലപ്പോൾ മികച്ചതായിരിക്കാം. അപ്പോൾ പിന്നീട് എന്തെങ്കിലും നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണ്ട ചിലപ്പോൾ അവരിൽ നിന്നായിരിക്കാം. അതുകൊണ്ട് നമ്മൾ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കളിയാക്കാൻ പാടുണ്ടോ കുഞ്ഞുങ്ങളെ? ഒരിക്കലും പാടില്ല. നമ്മൾ കളിയാക്കുമ്പോൾ അവരുടെ മനസ്സ് വിഷമിക്കും. അപ്പോൾ ചീത്ത കുട്ടികളാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളല്ലേ? നിങ്ങൾ നല്ല കുട്ടികളാണ്, നല്ല വിനയമുള്ള കുട്ടികളാണ്, നാളത്തെ ഭാവി വാഗ്ദാനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആരെയും കളിയാക്കില്ല എന്ന് എനിക്കുറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത സ്റ്റോറി വരെയും നിങ്ങൾ കാത്തിരിക്കുക. നല്ല നല്ല സ്റ്റോറീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മോറൽ വാല്യൂസ് ഞാൻ കൊണ്ടുവന്നു തരും. അങ്ങനെ നിങ്ങൾ നാളത്തെ നല്ല മക്കളായിട്ട് വളരും. അപ്പോൾ ഇന്നത്തേന് ഗുഡ് ബൈ. താങ്ക് യു ഓൾ.